എന്തൊക്കെ ആയിരുന്നു 25 പീസ് 499 രൂപ. ഇതൊക്കെ കേട്ട് ചാടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഇതേ ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് പോട്ടയിൽ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ സുഖമായിട്ടൊന്ന് പോയി വാങ്ങി കഴിയാലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി നട്ടപ്പാതിരയ്ക്ക് വേറെ ഒരു പണിയില്ലാണ്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ക്ലോസ്. സോ എല്ലാവരും കണ്ടതുപോലെയും എല്ലാവരും ഉണ്ടായ പോലെയും ക്ലോസ്ഡ്. ചോദിച്ചു. സോ ചിക്കിങ്ങിലെ എല്ലാ ഐറ്റംസും കഴിഞ്ഞുകൊണ്ട് ക്ലോസായി. ആദ്യമായിട്ടാണ് കേട്ടോ പോട്ടയിലെ ചിക്കിങ് ഇത്ര നേരത്തെ ക്ലോസ് ആയിരിക്കുന്നത് കാണുന്നത്. ഈ പാതിരാത്രി ഞാൻ മെൻഷൻ ചെയ്തെങ്കിലും ഒരു 10 മണി ആയിട്ടുള്ളൂ സംഭവം. ഒരു 7 മണി 8 മണി തൊട്ട് തന്നെ പല സ്ഥലത്തും ചിക്കിങ് ക്ലോസ് ആണ്. ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓഫർ റിലേറ്റ് ചെയ്തിട്ടേ. പക്ഷെ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കൂടി അറിയാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ഇങ്ങനെയാണല്ലേ, നെഗറ്റീവിലൂടെയാണ് ബ്രാൻഡ്സ് എല്ലാം വളരാനായിട്ട് ശ്രമിക്കുന്നത്. മേ ബി അവരുടെ PR വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങൾ എന്തായാലും ബ്രോസ്റ്റഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ കൊരട്ടിയിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടുന്ന് KFC വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. KFC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലേ സത്യം പറയാലോ, എനിക്ക് ചിക്കിങ്ങിനേക്കാളും KFC ആണ് ഇഷ്ടം കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ചിക്കിങ്ങിൽ ഭയങ്കര എണ്ണ തോന്നിയിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ കുടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, എണ്ണ കുടിച്ചിരിക്കുക അതേപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ചിക്കിങ്ങിനേക്കാളും ഇഷ്ടം KFC ആണ്. സോ എന്തായാലും സംഭവം സെറ്റ്. കുറച്ച് പൈസ കൂടിയെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഓരോ വീഡിയോസ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആഡുകളെല്ലാം അതിൻ്റെ പിന്നാമ്പുറത്ത് അത് സത്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കുറേ ക്രീംസിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. സോ അതൊക്കെ ചെയ്യുമ്പോഴും അത് എങ്ങനെയുള്ളതാണ് സ്വയമായിട്ട് പരീക്ഷിച്ചിട്ടും അതറിഞ്ഞിട്ടും മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയിൽ പോയി വീഴാണ്ടിരിക്കുക. ഇത്രയും വലിയ ബ്രാൻഡായിട്ടുള്ള ചിക്കിങ് ഇത് ചെയ്തത് വളരെ മോശമാണ്. ഡിസംബർ മുതൽ ഇനിയിപ്പോൾ ഓഫർ പറഞ്ഞിട്ടുണ്ട് എല്ലാ മൺഡേയ്സും. അതിനിപ്പോൾ എങ്ങനെയാവോ അല്ലേ.